ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു നോർമൽ പാൻറ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. പാൻറ്റിൻ്റെ അളവ് വെച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു അളവിൽ പാൻറ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തുണി ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിന് മടക്ക് വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തും ഓപ്പൺ ആയിട്ടുള്ള ഭാഗം മറ്റേ സൈഡിലും വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് അളവിൻ്റെ പാൻറ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ അളവിന് കറക്റ്റായിട്ട് ഇതുപോലെ ചോക്ക് കൊണ്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. മുകളിൽ ഒരു 3 ഇഞ്ച് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. എലാസ്റ്റിക് വരുന്ന ഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയാണ് ആ 3 ഇഞ്ച് ഒഴിവാക്കി വിട്ടത്. 3 ഇഞ്ച് താത്തിയിട്ട് വേണം അളവിൻ്റെ പാൻറ് വെക്കാനായിട്ട്. പാൻറ് വെച്ചതിന് ശേഷം നമ്മൾ പാൻറ്റിന് അടുപ്പിച്ച് വരച്ച വരയില്ലേ, അതിന് 1 ഇഞ്ച് വിട്ടിട്ട് ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ 1 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പോകും കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അധികം 1 ഇഞ്ച് എടുക്കുന്നത്. ഇനി ഈ ലൈന് ഞാൻ താഴെ അടിഭാഗം വരെ, പാൻറ്റിൻ്റെ അടിഭാഗം വരെ വരച്ചെടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. ഇനി ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ അടിഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് മുകളിലെ ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.